ഹായ് ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇറച്ചി പത്തിൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി എത്തുവാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. But something deep inside won't let me quit. I swear that I'm inspired by all this shit. Tell me that I can't and I won't. That's what guides me the most. Your lies, I'll do what I want. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇറച്ചി പത്തിലാണ്. അതിനുള്ള മസാല നമുക്ക് ഇവിടെ റെഡിയാക്കാം. ആ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് നമ്മളെ പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് സാൾട്ട് ആവശ്യത്തിന്, ചെറുതായി അരിഞ്ഞു വെച്ച കുറച്ച് മല്ലിച്ചപ്പ് കൂടി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില, ഉള്ളിയെല്ലാം ഒന്ന് വാടി വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളി ഏകദേശം വാടി വരുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ചിക്കൻ കൂടി ആഡ് ചെയ്യണം. നമ്മളെ ഇറച്ചിപ്പത്തിലുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബോയിൽ ചെയ്ത് വെച്ചിട്ട് ചെറുതായൊന്ന് മിക്സിയിൽ കറക്കിയെടുത്തതാണ്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നമ്മളിതിലേക്ക് ചിക്കനെല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചിപ്പത്തിന് ആവശ്യമായിട്ടുള്ള മാവ് കൂടി കുഴച്ചെടുക്കാനുണ്ട്. നമുക്ക് ആ ഒരു പരിപാടിയിലേക്ക് കിടക്കാം. നമ്മൾ ഇറച്ചിപ്പത്തിന് ആവശ്യമായിട്ടുള്ള മൈദ ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിടുക, കുറച്ച് ആപ്പ സോഡ, കുറച്ച് ഓയിൽ, ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പോവാം. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം നമ്മൾ ഈ ഒരു പരുവത്തിൽ വേണം മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മാവ് ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് സൈഡിൽ. നമുക്കിത് ചെറിയ ഓരോരോ ബോളുകളായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കാനുണ്ട്. നമുക്ക് ഓരോരോ ബോളുകളായിട്ട് ഇങ്ങനെ എടുക്കാം.
അപ്പോൾ നമ്മളെ ബോളുകളെല്ലാം ഇവിടെ ചെറുതാക്കിയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് പരത്തിയിട്ട് ഇതിൽ മസാല ഇട്ടിട്ട് വേണം നമുക്കിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് പരത്തിയിട്ട് മസാല എടുത്തിട്ട് ഇടാം. നമ്മൾ ശരിക്കും ചപ്പാത്തി പരത്തുന്ന പോലെ വേണം പരത്തിയിട്ട് എടുക്കുവാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമ്മൾ 2 ഭാഗത്തേക്കും മസാല വെക്കുന്നുണ്ട്. ഒരു പീസിൽ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഒരു സാധനം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക 3 സൈഡും. അപ്പോൾ നമ്മൾ ഇറച്ചിപ്പത്തിലുള്ള ഷേപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കാം. ഇറച്ചിപ്പത്തിലെല്ലാം ഇവിടെ പരത്തിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണയിലിട്ട് പൊരിക്കാൻ കൊണ്ടു. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഓരോരോ ഇറച്ചിപ്പത്തിലായിട്ട് ഇങ്ങനെ ഇടാം. ഇതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. ഇറച്ചിപ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബാക്കിയെല്ലാം കൂടി ഇതേപോലെ പൊരിച്ചിട്ടെടുക്കാം. നമ്മൾ ഇറച്ചിപ്പത്തിലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക.
വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണും വരെ നിങ്ങളിൽ നിന്നും വിടവാങ്ങുന്നു. ഗുഡ് ബൈ.